ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണന്മാർ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇത് രുദ്രയുടെ സ്റ്റോറിയാണ്. രുദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇയറിൻ്റെ അടുത്തുള്ള ഒരു ബെൽജിയം മെലിനോയ്സ് ഇനത്തിൽ പെടുന്ന ഡോഗാണ്. ഇവൻ്റെ സ്ഥലം ബാംഗ്ലൂരാണ്. നമ്മളെ ഇവർ സമീപിക്കാനുള്ള കാരണം ഇവൻ്റെ അഗ്രഷൻ, കുറച്ച് ബിഹേവിയറിങ് ഇഷ്യൂസുകൾ, വീട്ടിൽ തന്നെ ഒരു ആൽഫ ക്യാരക്ടറാണ് ഇവൻ. ആളെ ഹസ്ബൻഡിന് മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. വൈഫിൻ്റെ അടുത്ത് പോലും ഒരു ഡൊമിനൻ്റ് ആയിട്ട് എന്തെങ്കിലും കറക്ഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡൊമിനൻ്റ് ആവുകയാണ് ഇവൻ. അവർ 3 മെമ്പേഴ്സാണ് ഉള്ളത്. ഫാദർ മദർ ഇവരൊക്കെ കാണുന്ന തന്നെയാണ് ഡോഗ് ഫസ്റ്റിൽ ബൈറ്റ് ചെയ്യാൻ പോയത് അവരെ ഫാദറിൽ തന്നെയാണ്. ചെറുപ്പം തൊട്ട് ഇവനെ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇവനും കാം ആൻഡ് ക്വൈറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഉണ്ണീനെ എടുക്കാൻ നോക്കുക, അതൊന്നും ഇവൻ സമ്മതിക്കുന്നതല്ല. നല്ല ഒരു അറ്റാച്ച്മെൻ്റാണ് അവർ തമ്മിൽ. ആ കുട്ടീനെ വളരെ പ്രൊട്ടക്റ്റീവാണ് ഇവൻ. ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ പെറ്റുകൾ നിറയെ ഉണ്ടാവും, ഈ സ്ട്രീറ്റ് ഡോഗുകളും നിറയെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. മൂവിങ് ആയിട്ടുള്ള എന്ത് ഒബ്ജക്റ്റീവുമേക്കും അവൻ നല്ലപോലെ റിയാക്ട് ചെയ്യും. അപ്പോൾ 5 ഡേയ്സിനുള്ളിൽ അവർക്ക് ഓഫ് ലിസ്റ്റിൽ നിർത്തുക, പിന്നെ ബിഹേവിയറിങ് കൺട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ റെഡിയാക്കി കൊടുത്ത്. ഭാഗ്യേനെ കണ്ടപ്പോൾ അവർക്ക് നല്ല ഇമ്പ്രസ്ഡ് ആയി. ഭാഗ്യേനെ പോലെ ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് മുംബൈയിലോട്ടാണ്. അപ്പോൾ നമുക്ക് അമിഗോനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ്റെ ടൈപ്പിംഗ് ഒക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് അവനെ കൊണ്ടുപോകുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും ഈ ചേച്ചീനൊക്കെ ഇവൻ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കടിക്കാൻ പോകട്ടെ. അതായത് അവർ നല്ലൊരു കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ. അമിഗോ നല്ല ആക്റ്റീവാണ് ഇവൻ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയുള്ള ബാംഗ്ലൂർ വരെയുള്ള യാത്രയിൽ തന്നെ സിറ്റ്, ഡൗൺ, സ്റ്റേ, സ്പീക്ക്, ക്രൈറ്റ്, പോട്ടി ട്രെയിനിങ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മെമ്പേഴ്സായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഓൾറെഡി ഒരാളും കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും ഡോഗിൻ്റെ ട്രെയിനിങ് ഒക്കെ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ചെക്കൻ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇവനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. പുറത്തുള്ള ആരായിട്ട് ഇവൻ അത്ര പെട്ടെന്ന് അറ്റാച്ച്മെൻ്റ് ആവില്ല. നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഗോകുല് അവിടെ ഉള്ളപ്പോൾ തന്നെ അവനൊരു വട്ടം ബൈറ്റ് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലൊരു ഫിയർ ഉണ്ട്. അങ്ങനെയുള്ളൊരു ഇമോഷൻ ഉള്ളിൽ വെച്ചിട്ട് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബ്രീഡല്ല ബെൽജിയം മെലിനോയ്സ്. നല്ല ഐക്യം, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ മാറും, ബോഡിയിലത്തെ മെറ്റബോളിസം ചേഞ്ച് ആവും. പല സ്ഥലത്തും രുദ്രേനെ നിർത്തി സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ കല ഫുള്ളി വേണം ഇവനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ഫോക്സി എന്ന് പറയുന്നത് നമുക്ക് പണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഫോക്സാണ്. ഫോക്സി എന്നാണ് അവളുടെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവളിപ്പോൾ എല്ലാ ദിവസവും 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും. ഇന്നിപ്പോൾ രുദ്രയും ഭാഗ്യനെയും കൊണ്ടിട്ട് ഞാനിവിടെ കാറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, കന്നഡിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. അപ്പോൾ ഉള്ളിലേക്കാക്കി അവൾക്കൊരു ചിക്കൻ പീസ് ഉണ്ട്, അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പോകും. ഡെയിലിയുള്ള റൊട്ടീനാണിത്. നമ്മൾ വന്നതറിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാമെന്നാണ് അവർ പറയുന്നത്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഡേ ആയ കാരണം കൊണ്ട് നമ്മളത് മിസ് ചെയ്യുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിന്ന് കൂടി നിന്ന് നല്ല രീതിയിൽ രുദ്രയുടെ സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ശരിയാവും. പിന്നെ പുതിയ പയ്യനും കൂടി വരില്ലെന്ന് പറഞ്ഞാൽ അവനും കൂടി നല്ല രീതിയിൽ രുദ്രയായിട്ട് അറ്റാച്ച്മെൻ്റ് ആവാൻ പറ്റും ഇന്നത്തെ ഒരു ഡേയിൽ. അപ്പോൾ ഹസ്കികളും നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡോഗും കൂടിയിട്ട് ഇവിടുത്തെ കോഴികളൊക്കെ പിടിക്കുന്നുണ്ട്. ഭാഗ്യ ആദ്യം ഇങ്ങനെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഇവർ തന്നെയാണ്. അപ്പോൾ ആൾ ചോദിക്കുന്നത് വീഡിയോ പിടിക്കാണ്ടൊന്നും വന്ന് പിടിക്കണ്ടേ, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ രുദ്രയുടെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള നമ്മുടെ മുംബൈ വരെയുള്ള യാത്രയിലുള്ള സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല വീഡിയോകളും നമ്മൾ ഇടാൻ ശ്രമിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ പറയുക. ഡോഗിന് എടുത്തിട്ടുള്ള ട്രാവലിങ് ഇപ്പോൾ രുദ്ര നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോണ ഒരു ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ.